നമ്മുടെ ഹോസ്പിറ്റൽ അല്ലെ ക്ലിനിക്ക് ഇതൊക്കെ നമ്മൾ വളരെ ആഗ്രഹത്തോടെ തുടങ്ങുന്ന ഒരു വ്യവസായമാണല്ലേ, ഒരു ബിസിനസ്സാണ്. പണ്ട് ഇതൊരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയൊക്കെ അണ്ടറിൽ പലപ്പോഴും നടക്കുന്ന ഒരു സ്ഥാപനമൊക്കെ ആയിരുന്നെങ്കിലും ഇന്ന് ഒരുപാട് പ്രൈവറ്റ് സെക്ടറിലുള്ള ഹോസ്പിറ്റലുകൾ വരുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ടാണ് പലതിൻ്റെയും വിജയം, അതുപോലെ അപ്രതീക്ഷിതമാണ് പല ഹോസ്പിറ്റലുകളുടെയും പരാജയം. വളരെ ചെറിയ നിസ്സാരമെന്ന് നമുക്ക് തോന്നാവുന്ന നമ്മുടെ ചില തീരുമാനങ്ങളാണ് ഒരു ഹോസ്പിറ്റൽ പരാജയപ്പെടുന്നതിന് കാരണമാകുന്നത്. വിജയിക്കുന്ന ഹോസ്പിറ്റലുകൾ എങ്ങനെ വിജയിച്ചു എന്ന് മനസ്സിലാക്കുന്നത് പോലെ തന്നെയാണ് ഒരു ഹോസ്പിറ്റൽ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അത് ഇന്ന് ഹോസ്പിറ്റൽ നടത്തുന്ന നമുക്ക് ഉപകാരം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഗ്രേപ്സിലേക്ക് സ്വാഗതം. സ്വാഭാവികമായിട്ടും നമ്മൾ ഏതൊരു സ്ഥാപനം തുടങ്ങുന്നതിനേക്കാളും ശ്രദ്ധ വേണ്ടുന്ന ഒരു കാര്യമാണ് ഒരു ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. ഒരുപാട് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, ലൈസൻസുകളുണ്ട്, സ്റ്റാഫിനെ തിരഞ്ഞെടുക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള സ്റ്റാഫുകളെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഹോസ്പിറ്റൽ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ്, അതിൻ്റെ ഉദ്ഘാടനത്തിന് മുമ്പുള്ള കാലഘട്ടം കെട്ടിടം പണിയിൽ മാത്രമല്ല ശ്രദ്ധിക്കുക. ഓരോ ഡോക്ടർമാരെയും തിരഞ്ഞെടുക്കുന്നതിൽ വളരെ ശ്രദ്ധ ആവശ്യമാണ്. നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. നേഴ്സസിനെ തിരഞ്ഞെടുക്കുന്നതിൽ, റിസപ്ഷൻ മുതൽ ബാക്കി എല്ലാ സ്റ്റാഫുകളെയും തിരഞ്ഞെടുക്കുന്നതിൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ ചെയ്യാറുണ്ട്. ഇന്ന് നമ്മൾ വിജയിച്ച കേസ് സ്റ്റഡീസ് തുടങ്ങുകയല്ല ചെയ്യുന്നത്. ചില പരാജയങ്ങൾ നമ്മുടെ കൺമുന്നിലുണ്ട്. വളരെ വിജയിക്കുമെന്ന് കരുതിയ ഹോസ്പിറ്റലുകൾ പരാജയപ്പെട്ടതിനെക്കുറിച്ച് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് നമുക്കൊന്ന് നോക്കിക്കാണാം. ചില കേസ് സ്റ്റഡീസ് വരും ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇന്ന് ഈ സംസാരിക്കുന്ന വിഷയം നമ്മുടെ ഹോസ്പിറ്റലിൽ നടത്തുന്നവർക്ക് ഉപകാരപ്പെടുമെന്ന് ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും മറ്റുമൊക്കെ നമുക്ക് മനസ്സിലാകുകയാണെങ്കിൽ വ്യക്തമായ കേസ് സ്റ്റഡി ഡിസ്കഷനിലേക്ക് പോകും. ഇന്ന് കാരണങ്ങളിലേക്കാണ് പോകുന്നത്. നമ്മുടെ മിക്ക ഹോസ്പിറ്റലുകളും വളരെ പ്രൊഫഷണലായിട്ടാണ് അതിൻ്റെ ഡിസൈനിങ് വരിക. പ്രൊഫഷണൽ കമ്പനികളെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിക്കും. പക്ഷേ റിക്രൂട്ട്മെൻറ്റ് പലപ്പോഴും നമ്മൾ നേരിട്ടാണ് നടത്തുക. അതിൽ പ്രൊഫഷണലിസം കുറഞ്ഞു പോകാറുണ്ട്. കെട്ടിടത്തിൻ്റെ പ്രൊഫഷണലിസം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റിക്രൂട്ട്മെൻറ്റിലെ പ്രൊഫഷണലിസവും. പലപ്പോഴും കീ പോയിൻ്റുകളിൽ നമ്മളുടെ റിലേറ്റീവ്സോ പരിചയക്കാരോ നമുക്ക് പലപ്പോഴും ചോദ്യം ചെയ്യാൻ കഴിയാത്ത സീനിയോറിറ്റിയുള്ള പ്രൊഫഷണലുകളെയോ നമ്മൾ കൊണ്ടുവരാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ കീ പോയിന്റുകളിൽ വരുന്ന മനുഷ്യർ എന്ത് ചെയ്താലും യെസ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ കുഴപ്പത്തിൽ തന്നെയാണ്. സ്ഥാപനം തുടങ്ങുന്ന നമ്മൾ നടത്തുന്ന നമ്മൾ അവിടുത്തെ ഏറ്റവും ബോട്ടം ലെവലിൽ വരെയുള്ള സ്റ്റാഫുകളെ കൃത്യമായി നോക്കി മോണിറ്റർ ചെയ്ത് കമൻറ്റ് ചെയ്ത് അവരെന്തുകൊണ്ടത് ചെയ്തു എന്ന് ചോദിച്ചു പോകേണ്ട ആവശ്യമില്ല. അതിന് നമ്മൾ മാനേജേഴ്സിനെ വെക്കുന്നുണ്ട്. പക്ഷെ മാനേജേഴ്സ് എടുക്കുന്ന ഓരോ തീരുമാനങ്ങളിലും നമുക്ക് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഉണ്ടാവണം. അത് ചോദിക്കാൻ മടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ വലിയ ഒരു പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ലൈഫ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരിൽ പലർക്കും ഈ സ്ഥാപനം തകർന്നു പോയാൽ വിട്ടിട്ട് അടുത്ത സ്ഥാപനത്തിൽ ജോലിക്ക് കയറുന്നതിന് വലിയ പ്രയാസമുണ്ടാവില്ല. അവർക്ക് ജീവിതത്തിലെ ഒരു അധ്യായം മാത്രമായിരിക്കും നമ്മുടെ ഈ സ്ഥാപനം. പക്ഷേ ഈ സ്ഥാപനം തുടങ്ങുന്ന നമ്മൾ അങ്ങനെയല്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ സമ്പാദ്യവും പറ്റുമെങ്കിൽ കിട്ടാവുന്നത്രയും പണവുമൊക്കെ മറ്റ് പലയിടത്തുനിന്നും സംഘടിപ്പിച്ചായിരിക്കും ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടാവുക. നമ്മുടെ ലൈഫിൻ്റെ മുഴുവനും എഫേർട്ട് ഈ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുവന്നിടുന്നുണ്ടാവും. മറ്റൊരു ഓപ്ഷൻ മുമ്പിലില്ല എന്ന ഒരു സ്ഥിതി ഉണ്ടാവാം. ചിലർക്ക് ഇത് അനേകം സ്ഥാപനങ്ങളിൽ ഒന്ന് മാത്രമായിരിക്കും. അപ്പോൾ പോലും അവരുടെ ഒരു വലിയ എഫേർട്ട് ഇതിൻ്റെ പുറകിലുണ്ട്. അതുകൊണ്ട് തന്നെ അൾട്ടിമേറ്റ്ലി എന്തുകൊണ്ട് നടന്നു എന്ന് നമ്മൾ ബോധ്യപ്പെടണം. ഹോസ്പിറ്റൽ നടത്തുന്ന നമ്മൾ ബോധ്യപ്പെടേണ്ട ആവശ്യമുണ്ട്. ഒട്ടും മടി വിചാരിക്കാതെ ഓരോ തീരുമാനങ്ങളിലും അത് ശരിയോ തെറ്റോ ആയിക്കോട്ടെ, എല്ലാ തീരുമാനങ്ങളും ശരിയായി നടപ്പിലായിക്കൊള്ളണമെന്നില്ല മാനേജേഴ്സിൻ്റെ ഭാഗത്തുനിന്ന്.
ചിലത് അവരെടുക്കുന്ന വളരെ നന്നായിരിക്കും, ചില തീരുമാനങ്ങൾ തെറ്റായിരിക്കും. സാരമില്ല, ശരിയോ തെറ്റോ ആയിക്കോട്ടെ. എന്തുകൊണ്ടെന്ന ചോദ്യം ഓരോന്നിൻ്റെ പുറകിലും നമുക്കുണ്ടാവണം. നിരന്തരമായി അത് ചോദിച്ചിട്ടേ ഇരിക്കണം. ചിലപ്പോൾ തോന്നും, എന്തിനാണ് അവരെ അത്രയും അസ്വസ്ഥപ്പെടുത്തുന്നതെന്ന്. അവർ അസ്വസ്ഥപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കതിന് ക്ലാരിറ്റി കുറവായതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഈ ചോദ്യം പ്രതീക്ഷിച്ചുകൊണ്ടേ അവർ ഓരോ തീരുമാനവും എടുക്കാവൂ. നമ്മുടെ സ്ഥാപനം നാളെ ഒരു പ്രശ്നത്തിലെത്തുമ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കത് തിരുത്താൻ പറ്റുന്നതിനപ്പുറം എത്തിയേക്കാം. എനിക്ക് വളരെ പരിചിതമായ, വളരെ അധികം നന്നായി പോകേണ്ടുന്ന, ഹൈലി പ്രൊഫഷണലായി നടത്തിയ ഒരു ഹോസ്പിറ്റലുണ്ട്. അതിൻ്റെ കീ പോയിന്റിൽ 3 റിലേറ്റീവ്സാണ് ഇരുന്നിരുന്നത്. പലപ്പോഴും അവർ സ്ഥാപനത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ മേക്കേഴ്സ് എന്നാണ് മാനേജ്മെൻറ്റ് വിചാരിച്ചിരുന്നത്. അവർ പറയുന്നത് രണ്ടാമതൊന്ന് ചോദ്യം ചെയ്യാതെ ആ മാനേജ്മെൻറ്റ് നടപ്പിലാക്കിയിരുന്നു. ഇന്ന് ആ ഹോസ്പിറ്റൽ വിറ്റുപോയി മറ്റൊരു മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിലാണ് നടക്കുക. അവരുടെ വലിയൊരു സ്വപ്നമാണ് അവിടെ വിറ്റൊഴിയേണ്ടി വന്നത്. സോ നമുക്ക് ഇതൊരു കൊച്ചു റീസണാണ്. ഈ 25 കൊല്ലത്തിനിടയിൽ ഞാൻ അനേകം ഹോസ്പിറ്റലുകൾക്ക് അഡ്മിനിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്, സപ്പോർട്ടിങ് കൊടുത്തിട്ടുണ്ട്, ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ്വെയർ മാത്രമല്ല വിറ്റിരുന്നത്. സോ അതിൽ കൂടെ നമ്മൾ കണ്ട വിജയപരാജയങ്ങൾ ഞാൻ ഇന്ന് പുതുതായി തുടങ്ങുന്ന എല്ലാ ഹോസ്പിറ്റലുകൾക്കും അഡ്വൈസ് ചെയ്യാറുണ്ട്. പലരിൽ നിന്നും കിട്ടിയ ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കേസ് സ്റ്റഡീസ് ഒരു റെഫറൻസായി ചെയ്തുകൂടാ എന്നത്. ഇത്തരത്തിലുള്ള ഇതൊരു കുഞ്ഞു പോയിൻ്റാണ്, എന്തുകൊണ്ടെന്ന ചോദ്യം ഇത് നടത്തുന്നവർക്ക്, ഹോസ്പിറ്റൽ നടത്തുന്നവർക്ക് വേണം. അത് നമ്മളെ നിലനിർത്തും. ഇത്തരത്തിലുള്ള കീ പോയിൻറ്സും ചില ഹോസ്പിറ്റൽസിൻ്റെ വിജയത്തിൻ്റെയും മറ്റ് ചില ഹോസ്പിറ്റലിൻ്റെ പരാജയത്തിൻ്റെയും കാരണങ്ങളുടെ സ്റ്റഡീസും ഈ ദിവസങ്ങളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.